അന്താരാഷ്ട്ര ഗജദിനത്തിൽ ആനകൾക്ക് വിരുന്നൊരുക്കി വനം വകുപ്പ്. എറണാകുളം കോടനാട് അഭയാരണ്യത്തിലെ ഗജപരിപാലന കേന്ദ്രത്തിലായിരുന്നു വിഭവ സമുദ്രമായ ആനയൂട്ട്. പ്രഭാത നടത്തവും നീരാട്ടും കഴിഞ്ഞെത്തിയ ഗജകേസരികൾക്ക് നിറവറയും നിലവിളക്കും വെച്ച് കരിവയറു നിറയെ ആപ്പിളും തണ്ണിമത്തനും പൈനാപ്പിളും ഏത്തപ്പഴവുമൊക്കെയാണ് ആദ്യം നൽകിയത്. ഇതിനു പിന്നാലെ ഔഷധക്കൂട്ടുകളടങ്ങിയ ഉരുളയും നൽകി. അങ്ങനെ അഭയാരണ്യത്തിലെ അന്തേവാസികൾക്ക് ഗജദിനം കുശാലായി. 4 പിടിയാനകളും 3 കൊമ്പന്മാരുമാണ് നിലവിൽ കപ്രിക്കാട് ആന പരിശീലന കേന്ദ്രത്തിലുള്ളത്. 54 വയസ്സുകാരി സുനിത, 52കാരനായ ഹരിപ്രസാദ്, അഭിമന്യു, പാലക്കാട് അട്ടപ്പാടിയെ വിറപ്പിച്ച 48 വയസ്സുകാരൻ പീലാണ്ടി ചന്ദ്രു എന്നിവരാണ് അന്തേവാസികളിലെ മുതിർന്നവർ. 22 വയസ്സുകാരി ആശ, 21കാരി അഞ്ജന, കൂട്ടത്തിലെ കുറുമ്പുള്ള 20കാരി പാർവതി എന്നിവരായിരുന്നു ആനപ്പന്തിയിലെ താരങ്ങൾ. ആനകളുടെ സുഖചികിത്സയുടെ ഭാഗമായും അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നും ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് അസിസ്റ്റന്റ് കൺസർവേറ്റർ ജ്യോതിഷ് ജെ പറഞ്ഞു. അഭയാരണ്യം എന്ന വാക്കിൽ നിന്ന് തന്നെ അഭയം നൽകുന്ന ആരണ്യം എന്നാണ്. ഇവിടെ 7 ആനകളുണ്ട്. 7 ആനകളുടെ സുഖചികിത്സാർത്ഥം ഇവിടുത്തെ തന്നെയുള്ള ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർ നിർദ്ദേശിക്കുന്ന സാധനങ്ങൾ കൊടുക്കുകയാണ്. ഇതൊരു ആഘോഷം എന്ന് കണക്കാക്കുന്നത് ഈ ആനയുടെ ഒരു ഇമ്പോർട്ടൻസ്, ആനയുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ക്രിയേഷൻ കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പെരുമ്പാവൂർ MLA മനോജ് മൂത്തേടനാണ് ആനയൂട്ട് ഉദ്ഘാടനം ചെയ്തത്. ഫോറസ്റ്റ് കൺസർവേറ്റർ വൈശാഖ് IFS, അസിസ്റ്റന്റ് കൺസർവേറ്റർ ജ്യോതിഷ് ജെ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അഭയാരണ്യത്തിൽ നടന്ന ആനയൂട്ട് കാണാൻ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണെത്തിയത്. കൈരളി ന്യൂസ്, കൊച്ചി.